ശ്രീ നിജേഷ് അരവിന്ദ് ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറയുകയാണ്, മുഖ്യമന്ത്രി പ്രതിപക്ഷ എംഎൽഎമാരെ ഏകോപനത്തിനായി ഉള്ള യോഗത്തിൽ പോലും വിളിക്കുന്നില്ല. ഇപ്പോൾ കുട്ടനാട് എംഎൽഎ മുഖ്യമന്ത്രിയെയോ റവന്യൂ വകുപ്പ് മന്ത്രിയോ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊരു വിമർശനം ഉന്നയിക്കുന്നു. ഏകോപന ചുമതല എംഎൽഎമാർക്കാണ് എന്ന് പറഞ്ഞിട്ട് എംഎൽഎമാരെ ഏകോപന യോഗങ്ങളിൽ വിളിക്കുന്നില്ല. അതിനോടൊപ്പം സ്വന്തം ഭരണകക്ഷിയിലുള്ള എംഎൽഎമാർക്ക് പോലും വിളിച്ചാൽ മറുപടിയില്ല എന്നതാണ് ആരോപണം. ഒന്ന് മാധു വ്യക്തിപരമായ ഒരു കമൻറ്റ് പറയാണ്, ക്ഷമിക്കണം, പറയാതിരിക്കാൻ നിർവാഹമില്ല. എ റൈറ്റ് പേഴ്സൺ ഇൻ എ റോങ് പ്ലേസ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ നേരത്തെ MLA-യുടെ പ്രതികരണം കാണിച്ചു. മറ്റേ അരുൺകുമാർ വളരെ വ്യക്തമായി പറഞ്ഞു, ചങ്ങനാശ്ശേരി ഇന്ത്യയിലല്ലേ, കേരളത്തിലല്ലേ, നാട്ടിലല്ലേ എന്ന്. ഞാൻ റിപ്പോർട്ടർ ചാനലിനോട് ഒരു അഭ്യർത്ഥന നടത്തുന്നു. അവിടെ MLA വന്നതിൻ്റെ ഒരു 3 മിനിറ്റ് മുമ്പുള്ള ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചതാണ്. നിങ്ങളുടെ ക്യാമറാമാൻ അവിടെ കാണിച്ചു കൂട്ടിയ ആ സംസാരം സ്ഥലം വിട് എന്ന് MLA-യോട് പറയും. ഞാൻ കണ്ടോണ്ടിരിക്കുക ഒന്ന് കാണുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മാധ്യമം അവർ ചൂണ്ടിക്കാണിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷെ അവരെടുക്കേണ്ട ഒരു റോൾ, ആ റോൾ എത്ര ശാന്തമായിട്ടാണ് MLA എത്രയോ നേരം സംസാരിച്ചത് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഒരു MLA-യെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. ഒരാളെ എന്തെങ്കിലും രീതിയിൽ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കുക, മാധു പരിശോധിക്കുക. അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ആളുകളോട് ഒരു 3 മിനിറ്റ് നിങ്ങളുടെ ചാനലിൽ കാണിച്ച നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ചാനലിൽ കാണിച്ച ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുക്കുക. MLA പറയുന്നതിന് അവസാനം പ്രകോപനത്തിന്റെ അങ്ങേയറ്റം അദ്ദേഹം പറയുന്ന കാര്യം മാത്രം എടുത്തു വെച്ച് ഇയാൾക്ക് എന്താ കൊമ്പുണ്ടോ, ഇയാൾ എന്താ മൂക്കിൽ വലിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് എവിടുത്തെ മാധ്യമധർമ്മമാണ് എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. രണ്ടാമത്തത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ജനീഷ് കുമാർ ഒരു കാര്യം പറയുന്നു, അരുൺകുമാർ അത് ഏറ്റു പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഏകോപനത്തിന്റെ ചുമതലയാണ് MLA-മാർക്കുള്ളത്. അവരെ കലക്ടറിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല. കാരണം അവർ നിൽക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് അവരവിടെ നിൽക്കട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അദ്ദേഹം അതിന് മറുപടി ഇന്ന് വൈകുന്നേരത്തെ ബ്രീഫിങ്ങിൽ പറഞ്ഞു, ഞാൻ ക്യാബിനറ്റ് മീറ്റിംഗുള്ള സമയത്തായിരിക്കും വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കിട്ടാതിരിക്കുന്നത്, ലിജു വിളിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമല്ലേ? ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ആനക്കാര്യമായി അതിനുശേഷം ചില ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ KU ജനീഷ് കുമാറിന്റെ ആരോപണം അവിടെ നിൽക്കുകയാണ്. പ്രതിപക്ഷ MLA-മാരെ വിളിച്ചില്ല, അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലെ പെരുമാറുന്നു എന്നൊരു ആരോപണമാണ് KU ജനീഷ് കുമാർ ഉന്നയിച്ചത്. അല്ല, KU ജനീഷ് കുമാർ ആണെങ്കിലും പ്രളയമുണ്ടായ 1-ാം തീയതി അവിടുത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞതിനൊന്നും തൽക്കാലം മുഖവിലേക്ക് എടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ? ഞാനൊരു ചാനൽ ചർച്ചയിൽ ഇരുന്ന സമയത്ത് സർക്കാർ സ്പോൺസേഡ് പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും അതിനെ പിന്നെ ടേക്ക് ചെയ്ത് മുന്നോട്ട് പോയോ? മുന്നോട്ട് പോയിട്ടില്ല, മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ 10 വർഷം ഭരണം നഷ്ടപ്പെട്ടതിന്റെ ഹാങ് ഓവർ ഒരു പറ്റം ആളുകൾ ഇരിക്കുന്നു. ആ കൂട്ടത്തിലേക്ക് ജൂലൈ മാസം 31-ാം തീയതി എറണാകുളത്ത് വന്നത് 1-ാം തീയതി നടന്ന പ്രളയത്തിൽ തെറ്റാണ് എന്നാണ് ഇപ്പോൾ ചാനലിൽ ഇരുന്ന ആള് പറഞ്ഞത്. 31-ാം തീയതി പ്രളയമില്ലാതിരുന്ന കാലത്ത് എറണാകുളത്ത് വന്നത് 1-ാം തീയതി നടന്ന പ്രളയത്തെയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഇതൊക്കെ പറയാനുള്ള സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ചാനലിനോടുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. ബാധു, അല്ലാണ്ട് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഇനിയും ചർച്ച അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അത് ഒരു മാധ്യമത്തിലൂടെ ഉന്നയിക്കണ്ടേ? അദ്ദേഹം ഒരു മാധ്യമത്തിലൂടെ അല്ല, എല്ലാ മാധ്യമങ്ങളുടെയും ആ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ അവിടെ പറഞ്ഞല്ലോ, എല്ലാ MLA-മാരും വിളിച്ചിട്ടില്ല അവലോകന യോഗത്തിന്. MLA-മാർക്ക് അവിടുത്തെ കോർഡിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. 1-2 MLA-മാർ നഗര കേന്ദ്രീകൃതമായ MLA-മാരോട് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദുരന്തമുഖത്ത് പ്രോട്ടോകോൾ പാലിച്ച് എല്ലാം മുന്നോട്ട് പോകണം. അവിടെ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് MLA-യെ തടഞ്ഞു നിർത്തി പ്രൊവോക്ക് ചെയ്ത് അവിടുത്തെ പാർട്ടിക്കാരോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നതൊക്കെ ഒരു മാധ്യമ പ്രവർത്തനമാണോ എന്നുള്ള ചോദ്യം ജനീഷ് കുമാറിന് പരാതി ഉണ്ടെങ്കിൽ ഉന്നയിക്കട്ടെ. അത് നിയമസഭയിൽ ഉന്നയിക്കട്ടെ, അല്ലെ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കട്ടെ. അല്ലാണ്ട് ഈ സിസ്റ്റം മുഴുവൻ തെറ്റാണ്. മറുപടി പറഞ്ഞല്ലോ അദ്ദേഹം സ്വാഭാവികമായും അങ്ങനെ ഒരു പരാതിയും അങ്ങനെ അവഗണിച്ചു എന്നൊരു തോന്നലും ഒരു പ്രതിപക്ഷ MLA-ക്ക് ഉണ്ടാകാമോ? മാധു, പത്തനംതിട്ടയ്ക്കകത്ത് ഒരു MLA അല്ലല്ലോ, 5 MLA-മാരുണ്ടല്ലോ. ആ പത്തനംതിട്ടയ്ക്കകത്തുള്ള അവിടെ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണല്ലോ. അപ്പൊ ഇന്നത്തെ യോഗത്തിന് അവരെ വിളിച്ചിട്ടില്ല.
അദ്ദേഹത്തെ മാത്രമല്ല വിളിക്കാതിരുന്നത്. നേരത്തെ അരുൺകുമാർ എന്താ ഉന്നയിച്ചത്? പ്രതിപക്ഷ MLA-മാരെ മാത്രം വിളിക്കേണ്ട എന്ന് CM-ന്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടി. ഞാനിത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അരുൺകുമാറിനെ CPM-നെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരവ് CM-ന്റെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ MLA-മാരെ വിളിക്കേണ്ട എന്നൊരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാനിത് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അരുൺകുമാർ അത് പ്രൂവ് ചെയ്യും. നമുക്ക് അരുൺകുമാറോട് ചോദിക്കാം. കാരണം ഞാൻ അദ്ദേഹത്തോട് ശ്രീ നിജേഷ് അരവിന്ദ് അങ്ങും ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് എന്നാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അത് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അങ്ങ് ഉത്തമ ബോധ്യത്തോട് പറഞ്ഞ കാര്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് നിജേഷ് അരവിന്ദ് പറയുന്നത്. അപ്പോൾ അതൊരു ഒരു കപട ആരോപണമായിരുന്നോ? ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ പ്രതിപക്ഷ MLA-മാർ അവിടെ നിൽക്കട്ടെ, ഭരണപക്ഷ MLA ഉന്നയിച്ച ആരോപണമാണല്ലോ മാധു സൂചിപ്പിച്ചത്. നമുക്കെല്ലാം അറിയാം കുട്ടനാടിന്റെ MLA റെജി ചെറിയാൻ പറഞ്ഞത്. കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരെ യോഗത്തിന് വിളിക്കേണ്ട എന്ന് പറഞ്ഞ ഉത്തമ ബോധ്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അതിന്റെ മറുപടി പറ. ആദ്യം ഒന്ന് ക്ഷമിക്കൂ മിസ്റ്റർ, ഇനി 8 മിനിറ്റ് ഉണ്ട്. അവസാനത്തെ 5 മിനിറ്റാണ് താങ്കൾ ഒച്ചപ്പാട് നടത്തി മറ്റുള്ളവരെ പറയാൻ അനുവദിക്കാത്തത്. ഇപ്പോഴേ തുടങ്ങണ്ട, സമയമുണ്ട്. അപ്പൊ ഒന്ന് കേൾക്കാൻ ക്ഷമ കാണിക്കുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കേരളത്തിലെ ഏത് സമയത്ത് വിളിച്ചാലും ഒന്നും ഇങ്ങനെ മര്യാദകേട് കാണിക്കല്ലേ കോൺഗ്രസ്സുകാരാ, ഇങ്ങനെ ഒരു മര്യാദകേട് കാണിക്കല്ലേ, ഇങ്ങനെ ഇച്ചിരിയൊക്കെ സഹിഷ്ണുതയാകെ. 19 ദിവസം ആവല്ലേ, നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കില്ലേ ചർച്ചയില്. ഒന്ന് കേൾക്കൂ, ഞാൻ പറയട്ടെ. ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു MLA പണ്ട് പറഞ്ഞിരുന്നു. താങ്കൾക്കറിയോ? എത്ര അർദ്ധരാത്രി വിളിച്ചാലും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫോൺ എടുക്കും, സഖാവ് പിണറായി വിജയൻ ഫോൺ എടുക്കും എന്നൊരു MLA പറഞ്ഞു. എത്ര തിരക്കിലാണെങ്കിലും 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിക്കുമെന്നൊരു MLA പറഞ്ഞു. അത് ഏത് MLA ആണെന്നറിയോ? ഏത് കാര്യത്തിന് വിളിച്ചാലും യെസ് ഓർ നോ മറുപടി ഉണ്ടെന്ന് ആ MLA പറഞ്ഞു പിണറായിയെ കുറിച്ച്. ഏത് കാര്യം പറഞ്ഞാലും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചുകൊണ്ട് തിരിച്ചു വിളിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ഏത് മുഖ്യമന്ത്രിയാണെന്നറിയോ? സഖാവ് പിണറായി വിജയൻ. അന്ന് ആ MLA ആരാണെന്നറിയോ? ശ്രീ VD സതീശനാണ് MLA. ആ MLA പറഞ്ഞ അവസാനത്തെ ഒരു വാചകമുണ്ട്, എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിയ ഒരു ഘട്ടമാണ്. ദേശാഭിമാനി പറഞ്ഞതല്ല, കൈരളി പറഞ്ഞതല്ല, മലയാള മനോരമ അന്നത്തെ MLA VD സതീശന്റെ ഫോട്ടോ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രളയകാലത്തെ അനുഭവം പറഞ്ഞതാ. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ MLA-മാരുടെ പരാതി അവിടെ നിന്നോട്ടെ. നിങ്ങളുടെ ഭരണപക്ഷത്തിന്റെ MLA, കുട്ടനാടിലെ MLA പറഞ്ഞ പരാതിയാണ്, വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ല, പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ്. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, ജിനീഷ് കുമാർ MLA-ക്കുണ്ടായ അനുഭവം അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷ MLA-മാരെ വിളിക്കേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹത്തിന് കിട്ടുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, രാവിലെ പറഞ്ഞ ഒരു അമ്മ ഉച്ചയ്ക്ക് മാറ്റി പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞു. ആ അമ്മ മൂന്നാമത് ഒരു കാര്യം പറഞ്ഞു, എന്റെ മകൾ ഈ പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്, ആ പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും പറയരുതെന്നാണ് എന്റെ മോള് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ മോൾ എന്നോട് വളരെ ക്രൂരമായി അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ആളുകളെ നമുക്ക് എവിടെ നിന്ന് വിശ്വസിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് ആ പരാമർശങ്ങളെ നമ്മൾ ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ശ്രീ നിജേഷ് അരവിന്ദ്, ഞങ്ങളുടെ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. ഒറ്റ സെക്കൻഡ്, ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. MLA-യോടല്ല ആ കാര്യം പറഞ്ഞത്, MLA-യുടെ കൂടെ വന്ന് ഗുണ്ടായിസം കാണിച്ചവരോടാണ്. ജനപ്രതിനിധിയോടുള്ള ബഹുമാനം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകൻ അവന് നേരെ ഭീഷണി ഉയർത്തുന്ന മറ്റുള്ളവരോട് കാണിച്ചു എന്ന് വരില്ല. അവിടെ വന്ന് പണിയെടുക്കുന്ന ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ സ്വാഭാവികമായും ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ തീവ്രമായ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല, ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞത്. ഞാനിതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, എങ്ങനെ ജിനീഷ് കുമാറിന്റെ കാര്യം മനസ്സിലാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടോ എന്നതാണ്. ഇവിടെ കൃത്യമായി അഭിപ്രായം പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് ചങ്ങനാശ്ശേരിയാണ്, ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അഭിപ്രായം പറയാൻ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തി ഓടിക്കാൻ നോക്കുക. അപ്പൊ കൃത്യമായി കളക്ടറേറ്റിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇതാണ് എന്ന് MLA-യോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് റിട്ടേൺ ആയിട്ട് തരണം, അത് വീണ്ടും പറയണമെന്ന് പറഞ്ഞാൽ ആര് പറയാൻ? ഇവിടെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്, നുണപ്രചരണം തന്നെയാണ്, അപവാദ പ്രചരണം തന്നെയാണ്. തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നറിയില്ലല്ലോ. കാരണം CM-ന്റെ ഓഫീസും ആ പാർട്ടിയെ പ്രതികരിക്കുന്നവരും പറയുന്നു അങ്ങനെ ഒരു നിയമമില്ല എന്ന്, പ്രതിപക്ഷ MLA-മാരെ വിളിക്കേണ്ടതില്ല എന്ന്. പക്ഷെ KU ജനീഷ് കുമാറിന് അദ്ദേഹത്തെ അവഗണിച്ചു എന്ന് തോന്നി അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, ആ വിവാദം അവിടെ തീരില്ലേ? അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്.
കൊച്ചു കുട്ടികൾ വരെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല, ഇന്നലെ കഴിച്ച ബ്രെഡും പഴമും ഉള്ളൂ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറയാണ് ഒരിടത്തും പട്ടിണിയില്ല. അപ്പൊ മുഖ്യമന്ത്രി പറയാണ് ചില ബുദ്ധിമുട്ടുണ്ട്, പരിഹാരം വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ എത്തൂലേ ഭക്ഷണം? ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് എല്ലാ മേഖലയിൽ നിന്നും സഹായങ്ങൾ തേടിയല്ലേ ഈ ദുരന്തത്തെ നമ്മൾ അതിജീവിക്കാറ്? അതേ മഹത്തായ മാതൃകയല്ലേ നമ്മുടെ മുന്നിലുള്ളത്? അപ്പൊ ഈഗോ ആർക്കാ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ മുഖ്യമന്ത്രിക്കാണ് ഈഗോ. എല്ലാം ഉണ്ടെന്ന് പറയും, പക്ഷെ ഒരിടത്തും ഇല്ല. പല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ആക്രമിക്കും, അവരെ ഭയപ്പെടുത്തും, നുണ പ്രചരിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അത് മുൻകരുതലെടുക്കുന്ന ഘട്ടം മുതൽ, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന കാര്യം മുതൽ, കേന്ദ്രത്തിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയില്ല എന്ന് കള്ളം പറഞ്ഞ സാഹചര്യം മുതൽ ഓരോന്നെടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ള നുണപ്രചരണം നമുക്ക് കാണാം. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലെ ക്യാമ്പിലുണ്ടായ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനാലാണ് ഇത്രമേറെ വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ഇനി ഒരിടത്തും ഇനി ഒരു ക്യാമ്പിലും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എവിടെയാണ് പ്രശ്നം, ഏതു ക്യാമ്പിലാണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചത്. ഞങ്ങൾ ആ ക്യാമ്പുകൾ ചൂണ്ടിക്കാണിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. Debate with Madhu Saji.